കോഴിക്കോടിൻ്റെ കടൽക്കാറ്റ് വീശുന്ന ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു റസിയ താമസിച്ചിരുന്നത്. വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു അവൾ. ഭർത്താവ് മരിച്ചപ്പോൾ റസിയയ്ക്ക് വെറും 31 വയസ്സായിരുന്നു. കയ്യിൽ 2 ചെറിയ കുട്ടികൾ, സുഖമില്ലാത്ത ഉമ്മ. അവൾക്ക് വേറെ വരുമാനമൊന്നുമില്ല. ഭർത്താവ് മരിച്ചപ്പോൾ അവളുടെ മുന്നിൽ ഇനി ജീവിതം എങ്ങനെ മുന്നോട്ടു പോകുമെന്നതിൽ ഒരു ചോദ്യചിഹ്നമായി മാറി. അവൾ ഒരുപാട് ആലോചിച്ചു. അവസാനം ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താനായി അവൾ സൗദിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവൾക്ക് വിദേശത്തേക്ക് പോവുക എന്നത് ഒരു സ്വപ്നമായിരുന്നില്ല, മറിച്ച് സ്വന്തം മക്കളുടെ വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും ജോലി നേടണം. ഒടുവിൽ പാസ്പോർട്ടും വിസയും എല്ലാം ശരിയാക്കി പോകാനുള്ള ഡേറ്റ് തീരുമാനിച്ചു. പോകുന്ന അന്ന് വിമാനത്താവളത്തിലേക്ക് റസിയയെ യാത്ര അയക്കാൻ 2 മക്കളും ഉണ്ടായിരുന്നു. 2 പേരെയും കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. അതിനിടയിൽ മകൻ പറഞ്ഞു, ഉമ്മ പോയിട്ട് വേഗം വരണം കേട്ടോ. അത് കേട്ടപ്പോൾ റസിയയ്ക്ക് കരച്ചിലടക്കാനായില്ല. അവൾ വീണ്ടും മക്കളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വേഗം വരാം മക്കളെ. എന്നിട്ട് 2 മക്കളോടും അവൾ പറഞ്ഞു, കുരുത്തക്കേടൊന്നും കാണിക്കരുത്, നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. വേഗം വരാമെന്ന് മക്കളോട് പറഞ്ഞെങ്കിലും അവൾ എത്ര കാലം അവിടെ ജോലി ചെയ്യണമെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. എന്നാണ് അവൾ തിരിച്ചു വരിക എന്നും അവൾക്കൊരു നിശ്ചയമില്ല. അങ്ങനെ മക്കളോട് യാത്ര പറഞ്ഞ് അവൾ സൗദിയിലേക്ക് വിമാനം കയറി. അങ്ങനെ വിമാനം സൗദി എയർപോർട്ടിലെത്തി. അവൾക്ക് അവിടെ കിട്ടിയത് ഒരു അറബി കുടുംബത്തിലെ ഒരു അടുക്കള ജോലിയായിരുന്നു. വലിയൊരു വീടായിരുന്നു. വീട്ടിലെ കുടുംബനാഥൻ അബ്ദുള്ള, ഭാര്യ മറിയം, അവരുടെ 3 മക്കളും. ആദ്യ ദിവസം തന്നെ അവൾ ജോലിക്ക് പോയപ്പോൾ മറിയം വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവളെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ പേടിക്കണ്ട, നിന്നെ ഇവിടെ ജോലിക്കാരിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, നിന്നെ ഇവിടെ ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ്. മറിയത്തിൻ്റെ ആ വാക്കുകൾ അവളുടെ മനസ്സിൽ പതിഞ്ഞു. എന്നാലും അവളുടെ ജീവിതം മറ്റൊന്നായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അവൾക്ക് കഠിനമായി ജോലിയൊക്കെ തോന്നി. രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എഴുന്നേൽക്കണം, കുട്ടികളെ സ്കൂളിലും മദ്രസയിലും പറഞ്ഞു വിടണം, ഭക്ഷണം പാചകം ചെയ്യണം, വീട് വൃത്തിയാക്കണം, പാത്രങ്ങളെല്ലാം കഴുകണം, അതുപോലെ തന്നെ വസ്ത്രങ്ങളും എല്ലാം തന്നെ അലക്കിയെടുക്കണം. രാത്രിയിലാണെങ്കിലോ എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് അവൾക്ക് വിശ്രമം. ഇങ്ങനെയൊക്കെയാണെങ്കിലും റസിയ ഒരിക്കൽ പോലും പരാതി പ്പെട്ടിട്ടില്ല. കാരണം അവൾക്കുള്ള ശമ്പളം മാസം കറക്റ്റായിട്ട് കൊടുക്കും. ആ മാസം കിട്ടുന്ന ശമ്പളം അവൾ നാട്ടിലേക്ക് ഒരു വലിയ തുക തന്നെ അയക്കും. മകൻ്റെ സ്കൂളിലെ ഫീസ്, മകളുടെ പുസ്തകം, ഉമ്മയുടെ മരുന്ന്, മറ്റു നാട്ടിൽ കുറച്ച് കടമുണ്ടായിരുന്നത്, അതെല്ലാം തന്നെ ഈ കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവൾ വീട്ടിയിരുന്നത്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയത് അവൾ അറിഞ്ഞില്ല. മറിയത്തിൻ്റെ വീട്ടിലുള്ള ചെറിയ പെൺകുട്ടിയായിരുന്നു ലൈല. ലൈല റസിയയുടെ കൈപിടിച്ചാണ് വളർന്നത്. റസിയയാണ് അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും. എന്തിനേറെ പറയണം, അവളെ താരാട്ട് പാടി ഉറക്കുന്നത് പോലും അവളാണ്. ലൈലയ്ക്ക് ഒരു പനി വന്നാൽ പോലും റസിയയാണ് കട്ടിലിനരികിലിരുന്ന് അവളെ നോക്കുന്നത്. സ്വന്തം മക്കളെ പോലെ തന്നെ അവൾ അവളെ നോക്കും. ഒരു ദിവസം ലൈല സ്കൂൾ വിട്ടു വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. റസിയ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. റസിയ അത് കേട്ടതും ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എന്ത് പറ്റി മോളെ? അപ്പോൾ ലൈല പറഞ്ഞു, എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു. എന്നിട്ട് അവൾ കരഞ്ഞു. റസിയ അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുനീർ തുടച്ചു. എന്നിട്ട് പറഞ്ഞു, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതുകൊണ്ടാണോ നീ കരയുന്നത്? അങ്ങനെ കരയല്ലേ, നമുക്ക് അടുത്ത പരീക്ഷയിൽ ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങാം. ആ ദിവസം മുതൽ ലൈല റസിയയെ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരു കാലത്ത് റസിയയുടെ കൈപിടിച്ച് നടന്നിരുന്ന ആ ലൈല എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് പഠിച്ചു വളർന്ന് കോളേജിലൊക്കെ എത്തി. പിന്നീട് അവളുടെ വിവാഹവും കഴിഞ്ഞു. ആ സമയം റസിയയുടെ മകളുടെ വിവാഹം നാട്ടിലും കഴിഞ്ഞിരുന്നു. ലൈലയുടെ വിവാഹ ദിവസം റസിയ പൊട്ടിക്കരഞ്ഞു. സ്വന്തം മകളുടെ വിവാഹം കാണാൻ കഴിയാത്ത ഒരു വേദനയായിരുന്നു അവൾക്ക്. റസിയയുടെ കൈപിടിച്ച് ലൈല പറഞ്ഞു, ഉമ്മ, ഞാൻ ഇന്നീ സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളും കൂടെ കാരണമാണ്. അത് കേട്ടപ്പോൾ റസിയയ്ക്ക് തൻ്റെ 25 വർഷം വെറുതെയായില്ല എന്ന് തോന്നി. അതേസമയം നാട്ടിലെ മകൻ വലുതായി, അതുപോലെ തന്നെ മകളുടെ വിവാഹം കഴിഞ്ഞതും എല്ലാമായപ്പോൾ അവർ പറഞ്ഞു, ഇനി ഉമ്മ അവിടെ നിൽക്കണ്ട, ഇനി ഞങ്ങൾക്ക് ഉമ്മയെ നോക്കാൻ കഴിയും, ഉമ്മ ഇങ്ങോട്ട് വേഗം വായോ. പക്ഷേ റസിയയ്ക്ക് ഒരു കാര്യം കൂടി തീർക്കാനുണ്ടായിരുന്നു. അവൾക്ക് കുറച്ചും കൂടെ കടമുണ്ടായിരുന്നു. മകളുടെ വിവാഹത്തിൻ്റെയും മകൻ്റെ പഠിപ്പിൻ്റെയും കുറച്ചും കൂടെ പൈസ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം അവൾക്ക് നാട്ടിൽ വരാനെന്നാണ് റസിയയുടെ തീരുമാനം. അങ്ങനെ വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു. 25 വർഷമായി. 25ാം വർഷത്തിൽ അവൾ ഒരു തീരുമാനമെടുത്തു. ഇനി എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. 25 വർഷം ഞാൻ ഇവിടെ നിന്നില്ലേ. അതവൾ മറിയത്തിനോട് പറഞ്ഞു.
അത് കേട്ടപ്പോൾ മറിയം കുറച്ചുനേരം മിണ്ടാതിരുന്നു. എന്നിട്ട് റസിയയോട് ചോദിച്ചു, നിനക്കിപ്പോൾ നാട്ടിൽ പോകാൻ ധൃതിയായോ? നീ ഉറപ്പിച്ചോ പോവുക എന്ന് തന്നെ? അതെ മാഡം, ഞാനിനി എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. ഇനി മക്കളുടെ കൂടെ ജീവിക്കട്ടെ, എനിക്ക് പ്രായമായില്ലേ. മറിയം വീണ്ടും ഒന്നും മിണ്ടിയില്ല. വേദനകളോടെ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ശരി, എന്നാൽ നീ പോവുകയാണെങ്കിൽ പോയിക്കോ. നിന്നെ ഞങ്ങളിവിടെ പിടിച്ചു നിർത്തുന്നില്ല. നിനക്കുമില്ലേ മക്കളും കുട്ടികളുമൊക്കെ. റസിയ തൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി. 25 വർഷമായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചെറിയ പെട്ടി തുറന്നു. അതിൽ മക്കളുടെ ചെറിയ ഫോട്ടോസുകൾ, ലൈല കൊടുത്ത ഒരു ചെറിയ കളിപ്പാട്ടം. അവൾ ഓരോന്നും കയ്യിലെടുത്ത് നോക്കി. എന്നിട്ട് കണ്ണുനീർ തുടച്ചു. എന്നിട്ട് അവൾ മനസ്സിൽ കരുതി, ഇത്രയും വർഷമായല്ലോ. അങ്ങനെ റസിയയ്ക്ക് പോവാനുള്ള ദിവസമെത്തി. അവൾ അവസാനമായി അവിടുത്തെ ഓരോ മുറികളും നോക്കി. അടുക്കള, കുട്ടികളുടെ റൂം, അവൾ കിടന്നിരുന്ന റൂം, അതെല്ലാം അവളുടെ ഒരു കുടുംബത്തിന്റെ ഭാഗമായിരുന്നു. കാറിന്റെ ഡ്രൈവർ സാധനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വെച്ചു. റസിയ വാതിൽപ്പടിയിൽ നിന്നു. മറിയവും കുട്ടികളും അവളെ യാത്രയയക്കാൻ വന്നു. റസിയ ഓരോരുത്തരോടായി സലാം പറഞ്ഞു. ഒടുവിൽ മറിയത്തിന്റെ മുന്നിൽ വന്നു. എന്നിട്ട് അവൾ സങ്കടം കൊണ്ട് പറഞ്ഞു, എന്നെ ഇത്രയും വർഷം നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി കണ്ട് നോക്കിയതിന് വളരെ നന്ദി. അത് കേട്ടപ്പോൾ മറിയം ഒന്നും പറഞ്ഞില്ല. പിന്നെ റസിയെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് മറിയം പതുക്കെ പറഞ്ഞു, റസിയ, നിന്നെ വെറും കൈയോടെ നാട്ടിലേക്ക് ഞങ്ങൾ വിടില്ല. റസിയ അത്ഭുതത്തോടെ മറിയത്തിന്റെ മുഖത്തേക്ക് നോക്കി. മറിയം ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കറുത്ത ബാഗ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇന്നാ, ഇത് വെച്ചോ, ഇത് നിനക്കുള്ളതാണ്. റസിയ 2 കൈയും നീട്ടി ആ ബാഗ് വാങ്ങി. ആ ബാഗിനുള്ളിൽ എന്താണെന്ന് അവൾക്കറിയില്ലായിരുന്നു. പക്ഷേ ആ ചെറിയ കറുത്ത ബാഗിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നത് അവളുടെ 25 വർഷത്തെ മാറ്റിമറിക്കുന്ന ഒരു സമ്മാനമായിരുന്നു. റസിയയുടെ കൈകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. മറിയം കൊടുത്ത ആ കറുത്ത ബാഗ് അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവിടുത്തെ കുടുംബാംഗങ്ങളുടെ മുഖത്തേക്ക് അവൾ മാറി മാറി നോക്കി. അവസാനം റസിയ പതുക്കെ ചോദിച്ചു, ഇതിലെന്താണ് മറിയം? അത് കേട്ടപ്പോൾ മറിയം പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ തന്നെ തുറന്നു നോക്ക്. റസിയ ബാഗിന്റെ സിബ് മെല്ലെ തുറന്നു. ആദ്യം തന്നെ അവളുടെ കണ്ണിൽപ്പെട്ടത് ഒരു ചെറിയ കവറായിരുന്നു. അവൾ അത് പുറത്തെടുത്തു. അതിൽ കുറച്ച് രേഖകളുണ്ട്. റസിയയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇതെന്താണ് മറിയം? റസിയ മറിയത്തിനോട് ചോദിച്ചു. മറിയം ഒന്നും മറുപടി പറഞ്ഞില്ല. വേറൊരു കവറും കൂടെ കയ്യിൽ കൊടുത്തു. റസിയ ആ കവർ തുറന്നു. അതിലൊരു ബാങ്ക് രേഖ. റസിയക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അവൾ വീണ്ടും മറിയത്തിന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി. മറിയം റസിയയുടെ കൈ പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ ഇത്രയും വർഷം ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന ശമ്പളത്തിന്റെ 3/4 ഭാഗം നാട്ടിലേക്ക് അയക്കും. ബാക്കിയുള്ളത് നിന്റെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾക്കും എടുക്കും. നിനക്ക് വേണ്ടി നീ ഒന്നും ഇതുവരെ മാറ്റിവെച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ റസിയ ഒന്നും മിണ്ടാതെ നിന്നു. മറിയം വീണ്ടും പറഞ്ഞു, നിന്റെ മക്കൾക്കായി നീ എല്ലാം ചിലവഴിച്ചു. മക്കളുടെ പഠിത്തം, വിവാഹം, വീട്, എല്ലാം തന്നെ. മറിയത്തിന്റെ ശബ്ദം ഇടറി. മറിയം വീണ്ടും പറഞ്ഞു, നീ നിനക്കായി ഒന്നും ചെയ്തില്ല. അത് കേട്ടപ്പോൾ റസിയയുടെ കണ്ണുകൾ നിറഞ്ഞു. റസിയ മറിയമിനോട് പതുക്കെ പറഞ്ഞു, എനിക്ക് മക്കളുണ്ടല്ലോ, അത് തന്നെയല്ലേ എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അത് കേട്ടപ്പോൾ മറിയ റസിയയുടെ കൈ മുറുക്കെ പിടിച്ചു. അതാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ് റസിയ. അത് കേട്ടപ്പോൾ റസിയ അത്ഭുതത്തോടെ മറിയമിനെ നോക്കി. മക്കളെ സ്നേഹിക്കുന്നത് തെറ്റല്ല, പക്ഷേ നിന്റെ ജീവിതം മുഴുവനും മറ്റുള്ളവർക്കായി മാറ്റിവെച്ച് നിനക്കായി നീ ഒന്നും മാറ്റിവെക്കാത്തത് വലിയ തെറ്റാണ്. അവൾ ആ രേഖ റസിയയുടെ കയ്യിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ പേരിലുള്ള അക്കൗണ്ടാണ്. അത് കേട്ടപ്പോൾ റസിയ ആകെ ആശയക്കുഴപ്പത്തിലായി. എന്നിട്ട് ചോദിച്ചു, എൻ്റെ പേരിലോ? ഞാനറിയാതെ ഇതെങ്ങനെ? അത് കേട്ടപ്പോൾ മറിയം വീണ്ടും പുഞ്ചിരിച്ചു. 25 വർഷം മുന്നേ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ആ ദിവസം മുതൽ എനിക്ക് നിന്നെ നന്നായിട്ടറിയാമായിരുന്നു. നിനക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും നീ നാട്ടിലേക്ക് അയക്കുന്ന പൈസയുടെ തുകയും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മറിയം വീണ്ടും പറഞ്ഞു, നീ ഞങ്ങളുടെ മക്കളെ നല്ലപോലെ നോക്കി. സ്വന്തം മക്കളെ പോലെ തന്നെയാണ് നീ അവരെ കണ്ടത്. മക്കളെ നോക്കിയതിന് കണക്ക് പറയുന്നതല്ല. നീ പണിയെടുത്തതിനാണ് നിനക്ക് ഞങ്ങൾ കൂലി തന്നത്. നീ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് നിനക്കൊരു പ്രതിഫലവും തന്നിട്ടില്ല. റസിയയുടെ കണ്ണുകൾ നിറഞ്ഞു. റസിയ മറിയത്തിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. ഇത്രയും വർഷം നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെ എന്നെ കണ്ട് ഇവിടെ നിർത്തിയില്ലേ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം, ഉമ്മ. റസിയ തിരിഞ്ഞു നോക്കി. അത് മറ്റാരുമല്ല, ലൈലയായിരുന്നു. ലൈല റസിയയുടെ കൈ പിടിച്ചാണ് വളർന്നത്. അവളിപ്പോൾ 2 മക്കളുടെ ഉമ്മയാണ്. ലൈല സങ്കടപ്പെട്ട് ഒരു മൂലയിൽ നിൽക്കുന്നു. റസിയ ഓടിച്ചെന്ന് ലൈലയെ പിടിച്ചു. പൊട്ടിക്കരഞ്ഞു. ലൈല പറഞ്ഞു, ഉമ്മ,
നിങ്ങൾ ഞങ്ങളെ വിട്ട് പോവുകയാണെന്ന് കരുതിയോ? റസിയ അവളുടെ തലയിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒരു വഴിക്കായില്ലേ? എനിക്ക് പ്രായവുമായി. ഇനി ഞാൻ എൻ്റെ മക്കളുടെ അടുത്തേക്ക് പോവട്ടെ. അത് കേട്ടപ്പോൾ ലൈല കണ്ണുനീർ തുടച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഞങ്ങളെ ഒന്നും മറക്കരുതേ കേട്ടോ, നാട്ടിൽ പോയാൽ. റസിയ ഒന്നും മറുപടി പറഞ്ഞില്ല. അപ്പോൾ മറിയം വേറൊരു രേഖ എടുത്ത് റസിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, റസിയ, നീ ഇതൊന്ന് നോക്ക്. റസിയ അത്ഭുതത്തോടെ ആ രേഖ നോക്കി. അത് ഒരു വീടിൻ്റെ രേഖയായിരുന്നു. റസിയയുടെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. ഇത് ആരുടെ വീടാണ് മറിയം? അത് കേട്ടപ്പോൾ മറിയം പതുക്കെ പറഞ്ഞു, റസിയ, നിന്റെ വീട് തന്നെ. അത് കേട്ടപ്പോൾ റസിയയുടെ കൈകൾ വിറച്ച് കയ്യിൽ നിന്നും ആ രേഖ താഴെ വീഴാൻ പോയി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വീടോ? മറിയ വീണ്ടും പറഞ്ഞു, അതെ, നിന്റെ വീട് തന്നെ. റസിയയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ തോന്നാൻ തുടങ്ങി. റസിയ പറഞ്ഞു, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അത് കേട്ടപ്പോൾ മറിയം റസിയയെ പിടിച്ചിരുത്തി ശാന്തമായി പറഞ്ഞു, നീ നാട്ടിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞിട്ട് 6 മാസമായില്ലേ? അന്നു മുതൽ ഞങ്ങളെല്ലാവരും ചില രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്റെ മകൻ താമസിക്കുന്ന വീട് നിനക്കറിയാമല്ലോ. അവിടെ നിന്നും കുറച്ചകലെ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു ചെറിയ വീട് വാങ്ങി. അത് കേട്ടപ്പോൾ റസിയ കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു, എനിക്ക് വീടൊന്നും വേണ്ട, എനിക്കെൻ്റെ മക്കളുടെ കൂടെ താമസിച്ചാൽ മതി. മറിയം റസിയയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അത് മക്കളുടെ വീടല്ല റസിയ, നിനക്ക് വേണ്ടി ഞങ്ങൾ പണിത നിന്റെ വീടാണ്. അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. മറിയ വീണ്ടും പറഞ്ഞു, നീ 25 വർഷം മറ്റുള്ളവരുടെ വീടുകൾ വൃത്തിയാക്കി, മറ്റുള്ളവരുടെ കുട്ടികളെ വളർത്തി, മറ്റുള്ളവരുടെ അടുക്കളയിൽ നീ പാചകം ചെയ്തു. ഇനി ബാക്കിയുള്ള കാലം നിന്റെ സ്വന്തം വീട്ടിൽ ഇഷ്ടപ്രകാരം നിനക്ക് ജീവിക്കാം. ഇതൊക്കെ കേട്ടപ്പോൾ റസിയയ്ക്ക് മറുപടി ഒന്നും പറയാൻ കിട്ടുന്നില്ല. റസിയ മറിയത്തിന്റെ കൈകൾ പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിനൊക്കെ പകരം ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? മറിയം പുഞ്ചിരിച്ചു. ഒന്നും വേണ്ട, പക്ഷേ ഒരു കാര്യം മാത്രം. റസിയ മറിയത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എന്ത്? മറിയം മറുപടി പറഞ്ഞു, വർഷത്തിലൊരിക്കൽ നീ ഞങ്ങളെ കാണാൻ ഇവിടെ വരണം. കാരണം നീ ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയല്ല, കുടുംബത്തിലെ ഒരു അംഗമാണ്. റസിയയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിനുള്ളിൽ ബാങ്ക് രേഖയും വീടിന്റെ രേഖയും മാത്രമല്ലായിരുന്നു, വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു. 25 വർഷമായി സൂക്ഷിച്ചിരുന്ന മറ്റൊരു രഹസ്യം. വിമാനത്താവളത്തിലേക്ക് പോകേണ്ട സമയമെത്തി. റസിയയുടെ മനസ്സിൽ എപ്പോഴും ഒരു സംശയം, എന്നാലും ഈ ബാഗിനുള്ളിൽ എന്തൊക്കെയായിരിക്കും? മറിയം റസിയയോട് പറഞ്ഞു, നിൽക്ക്, വേറെ ഒരു കാര്യവുമുണ്ട്. ലൈലയോട് പറഞ്ഞു, നീ അകത്തു പോയി ആ ഒരു പെട്ടി എടുത്തിട്ട് വരൂ. ലൈല പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ആ പഴയ മരപ്പെട്ടി എടുത്തു വന്നു. എന്നിട്ട് റസിയയുടെ കയ്യിൽ കൊടുത്തു. റസിയ ആ പെട്ടി തുറന്നപ്പോൾ തന്നെ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. റസിയ പതുക്കെ ചോദിച്ചു, ഇതെൻ്റെ പെട്ടിയല്ലേ? മറിയം മറുപടി പറഞ്ഞു, അതെ, ഇത് നിന്റെ പെട്ടിയെ തന്നെയാണ്. നീ 25 വർഷം മുന്നേ ഇങ്ങോട്ട് വന്നില്ലേ, അപ്പോൾ കൊണ്ടുവന്ന പെട്ടി. അതിൽ അവളുടെ പഴയ ഫോട്ടോകളും ചില കത്തുകളും പഴയ വസ്ത്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആ പെട്ടിയിൽ എല്ലാത്തിനും താഴെയായി ഒരു ചെറിയ കവറുണ്ടായിരുന്നു. ആ കവർ റസിയ മെല്ലെ എടുത്ത് തുറന്നു നോക്കി. അതെ, എൻ്റെ കൈയക്ഷരം. വീണ്ടും റസിയയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ കത്താണല്ലോ. മറിയം പറഞ്ഞു, അതെ, നിന്റെ കത്ത് തന്നെയാണ്. നീ ഇവിടെ വന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷം എഴുതിയ കത്താണ്. പക്ഷേ അത് നീ നാട്ടിലേക്ക് അയച്ചില്ല. റസിയയ്ക്ക് ഓർമ്മ വന്നു, ഭർത്താവ് മരിച്ചിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവൾ ഇവിടെ വന്നിട്ട് എഴുതിയിട്ടുള്ള ഒരു കത്തായിരുന്നു. മക്കൾക്കത് വായിക്കുമ്പോൾ വിഷമമാവുമെന്ന് കരുതി അവൾ അത് അയച്ചില്ല. റസിയ ആ കത്ത് ഒന്നും കൂടെ തുറന്നു. എന്നിട്ട് വായിക്കാൻ തുടങ്ങി. എൻ്റെ മക്കളെ, ഉമ്മ നിങ്ങളെ വിട്ടുപോകുന്നത് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നൽകാൻ വേണ്ടിയാണ്. അവൾ വായിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് ഒന്നും കാണാതെയായി. മറിയം അവളുടെ തോളിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, ആ കത്ത് നീ അയക്കാത്തത് ഞാൻ കണ്ടിരുന്നു. റസിയ ചോദിച്ചു, എങ്ങനെ? ആ പെട്ടിയിൽ കരഞ്ഞുകൊണ്ട് നീ ആ കത്ത് മടക്കി വെക്കുന്നത് കണ്ടു. പക്ഷേ നിന്റെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമാണെന്ന് കരുതി ഞാൻ നിന്നോട് ചോദിച്ചില്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ നീ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് പിന്നീട് അത് റദ്ദാക്കി. റസിയ ഇത് കേട്ടപ്പോൾ തലകുനിച്ചു. എന്നിട്ട് മറിയത്തിനോട് പറഞ്ഞു, അന്ന് എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു മകളുടെ വിവാഹത്തിന് വേണ്ടി. മറിയം കണ്ണീരോടുകൂടെ പറഞ്ഞു, എനിക്കറിയാം റസിയ നിന്നെ. നീ അന്ന് നിന്റെ സ്വർണ്ണമാല പോലും വിറ്റില്ലേ? റസിയ ഒന്നും പറഞ്ഞില്ല. അതുമാത്രമല്ല, മകന്റെ വീടിനായി എടുത്തിട്ടുള്ള കടവും തീർത്തില്ലേ?
റസിയ പതുക്കെ പറഞ്ഞു, മറിയം അതെൻ്റെ മക്കളല്ലേ. അത് കേട്ടപ്പോൾ മറിയം പറഞ്ഞു, ഇതുകൊണ്ട് തന്നെയൊക്കെയാണ് നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. റസിയ അത്ഭുതത്തോടെ മറിയത്തിനെ നോക്കി. മറിയം അവളുടെ കയ്യിലേക്ക് വേറൊരു ഫയലും കൂടെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ മക്കൾക്ക് അയച്ചു കൊടുത്ത രേഖയാണ്. റസിയ ചോദിച്ചു, എൻ്റെ മക്കൾക്കോ? എന്ത് രേഖ? മറിയം വീണ്ടും പറഞ്ഞു, 25 വർഷം നീ ഇവിടെ നിന്നാണ് പോകുന്നത്. നാട്ടിലെത്തുമ്പോൾ നിന്റെ മക്കൾ നിന്നെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ മക്കൾക്ക് ഈ ഒരു രേഖയും കൂടെ ഞാൻ അയച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ റസിയയുടെ മുഖം മങ്ങി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കൾ അങ്ങനെയല്ല മറിയം. മറിയം പുഞ്ചിരിച്ചു പറഞ്ഞു, ശരിയാണ്, അങ്ങനെയല്ല. പക്ഷേ 25 വർഷമായില്ലേ നീ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോഴത്തെ ആളുകളുടെ സ്വഭാവം ഒന്നും പറയാൻ പറ്റില്ല. ചിലർക്കൊക്കെ പണം മാത്രം മതി. അതുകൊണ്ടാണ്. ഇനി മുതൽ നിനക്ക് സുരക്ഷിതമായ ഒരു ജീവിതം വേണം. അതും പറഞ്ഞ് അവളുടെ കയ്യിൽ എല്ലാ രേഖകളും കൊടുത്തു. ഇതൊക്കെ ഞാൻ നിനക്ക് തന്നത് എന്തെന്ന് വെച്ചാൽ, നിനക്ക് ബാക്കിയുള്ള കാലം നീ ആരുടെയും കരുണയിൽ കഴിയാതെ ഇരിക്കാൻ വേണ്ടിയാണ്. അത് കേട്ടപ്പോൾ റസിയയുടെ കണ്ണുകൾ നിറഞ്ഞു. റസിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എനിക്ക് വേണ്ടി ആരെങ്കിലും ഇങ്ങനെ ചെയ്യും. അതേസമയം റസിയയ്ക്ക് പോകാനുള്ള കാർ പുറത്തുനിന്ന് ഹോണടിക്കാൻ തുടങ്ങി. റസിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റസിയയുടെ മകനെ അവർ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. റസിയ പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ മകനെയാണ് കണ്ടത്. മകൻ ഓടി വന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. റസിയയുടെ കയ്യിലുള്ള എല്ലാ രേഖകളും മകൻ്റെ കയ്യിൽ കൊടുത്തു. ഉടൻ തന്നെ മകൻ ചോദിച്ചു, എന്താണ് ഉമ്മ ഇത്? മറിയത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. നിന്റെ ഉമ്മ ഇനി ആർക്കും ഒരു ഭാരമാവില്ല, മറിയം മകനോട് പറഞ്ഞു. അവൾക്കിനി സ്വന്തമായിട്ടൊരു ജീവിതമുണ്ട്, സ്വന്തമായിട്ട് ഒരു വീടുണ്ട്. മകൻ രേഖകളെല്ലാം തന്നെ വായിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ മറിയത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഉമ്മ 25 വർഷം കഷ്ടപ്പെട്ടു. പക്ഷേ ആ ഉമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് ഒന്നും ഇതുവരെ കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മറിയം പുഞ്ചിരിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ഒരു ജോലിക്കാരിയല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അങ്ങനെ റസിയ എല്ലാവരോടും സലാം പറഞ്ഞു പോകാനൊരുങ്ങി. പോകുന്നതിന് മുന്നേ മറിയം ഒന്നും കൂടെ റസിയെ വിളിച്ചു. റസിയ, ഒന്നിങ്ങോട്ട് നോക്ക്. റസിയയുടെ കയ്യിൽ മറിയം ഒരു താക്കോൽ കൊടുത്തു. ഇത് നിന്റെ വീടിൻ്റെ താക്കോലാണ് കേട്ടോ. റസിയ അത് നെഞ്ചോട് ചേർത്ത് മറിയം പറഞ്ഞു, റസിയ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞങ്ങളെ കാണാൻ ഇവിടെ വരണം കേട്ടോ. അതിൻ്റെ എന്ത് ചെലവ് വേണമെങ്കിലും ഞങ്ങൾ എടുക്കാം. അങ്ങനെ അവർ കാറിൽ കയറി എയർപോർട്ടിലെത്തി. അവിടുന്ന് വിമാനം കയറി നാട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുന്ന വഴിയിലൂടെ അവൾ കാറിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. 25 വർഷങ്ങൾക്ക് ശേഷം അവൾ കാണുകയാണ് എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. പുതിയ പുതിയ കെട്ടിടങ്ങൾ, വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ചെറിയ ചെറിയ കടകൾ നിന്നിടത്തുനിന്നൊക്കെ പുതിയ പുതിയ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്നാലും ആ മണ്ണിൻ്റെ പഴയ മണം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. റസിയ കുറച്ചു നേരം കണ്ണടച്ചു. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, പടച്ചോനെ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് എത്തിയല്ലോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കാർ ഒരു പുതിയ വീടിൻ്റെ മുന്നിൽ ചെന്ന് നിർത്തി. മകൻ കാറിൽ നിന്നിറങ്ങി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ പുറത്തേക്ക് ഇറങ്ങൂ, ഇതാണ് നമ്മുടെ പുതിയ വീട്. റസിയ കണ്ടപ്പോൾ അമ്പരന്നു. ഒരുപാട് വലുതൊന്നുമല്ല, ചെറിയ വീടാണ്. എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. മുന്നിൽ തന്നെ ഒരു പൂന്തോട്ടം, വരാന്തയിലൊരു ഊഞ്ഞാല്, വാതിലിനരികിൽ ഒരു ചെറിയ ബോർഡുണ്ട്. റസിയ പതുക്കെ ആ ബോർഡിലേക്ക് നോക്കി. ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് റസിയയുടെ വീട് എന്നാണ്. അത് കണ്ടപ്പോൾ റസിയയുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, മകൻ പറഞ്ഞു. അതേ ഉമ്മ, ഇതാണ് ഉമ്മയുടെ പുതിയ വീട്. റസിയ തൻ്റെ കയ്യിൽ നിന്നും താക്കോലെടുത്ത് വീട് തുറന്ന് ഉള്ളിലേക്ക് കയറി. വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ അവൾ ആകെ അത്ഭുതപ്പെട്ടു. ചുമരെല്ലാം ഫോട്ടോകൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. തൻ്റെ പഴയ ബാല്യകാല ഫോട്ടോകളാണ്. പിന്നെ അതുപോലെ തന്നെ മരിച്ച ഭർത്താവിൻ്റെ ഫോട്ടോവും ഉണ്ട്. റസിയ ചോദിച്ചു, ഇതൊക്കെ മോനെ ആരാണ് ചെയ്തത്? മകൻ ഇത് കേട്ടപ്പോൾ ചിരിച്ചു. റസിയ ആ വീട്ടിലിരുന്നു കൊണ്ട് തൻ്റെ 25 വർഷത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചു. തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ടത്, എന്നാൽ അള്ളാഹു എനിക്ക് വേണ്ടി വലിയൊരു സമ്മാനം കണ്ടുവച്ചു. അതേസമയം മകൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ ഇപ്പോൾ വരാം. റസിയ പുറത്തേക്ക് വന്ന് ചോദിച്ചു, എങ്ങോട്ടാ മോനെ? ഇതാ ഇവിടെ അടുത്തേക്ക്. മകൻ അങ്ങനെ കാറുമെടുത്ത് റസിയയുടെ മകളുടെ അടുത്തേക്കാണ് പോയത്. അവിടെ ചെന്ന് ഉമ്മ വന്ന വിവരം പറഞ്ഞു. മകളെയും കുട്ടികളെയും കൂട്ടി റസിയയുടെ വീട്ടിലേക്കെത്തി. റസിയ പോകുമ്പോൾ ചെറിയ കുട്ടിയാണ് മകൾ. ഇപ്പോൾ അവളുടെ കയ്യിലതാ 2 കുട്ടികളും. റസിയ മകളെയും പേരക്കുട്ടികളെയും കണ്ടപ്പോൾ ആകെ പൊട്ടിക്കരഞ്ഞു. മക്കളെ ചേർത്ത് പിടിച്ചു. പേരക്കുട്ടികളെ മാറി മാറി ചുംബിച്ചു. റസിയയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
25 വർഷക്കാലമായി മകളെ കാണാതിരുന്നിട്ട് ഫോണിൻ്റെ സ്ക്രീനിലൂടെ മാത്രമാണ് ഇവരെ കണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ അള്ളാഹു സഹായിച്ചിട്ട് അവരെൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. മക്കളെയും കൂട്ടി റസിയ വീടിനകത്തേക്ക് കയറി. റസിയയുടെ മകൻ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇത് മറിയം റസിയയ്ക്ക് വേണ്ടി നിർമ്മിച്ച വീടാണ്. അപ്പോൾ റസിയ പറഞ്ഞു, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ മോനെ, നിന്റെ ഭാര്യയെയും മക്കളെയും ഇങ്ങോട്ട് കൊണ്ടുവരൂ. മകൻ പറഞ്ഞു, അതേ ഉമ്മ, ഞാൻ കൊണ്ടുവരാം. റസിയ പറഞ്ഞു, ഇനിയുള്ള കാലം എനിക്ക് നിങ്ങളുടെ അടുത്ത് കഴിയണം. അത് പറഞ്ഞതോടുകൂടെ ഫോൺ അടിക്കുന്ന സൗണ്ട് കേട്ടു. റസിയ വേഗം ഫോൺ എടുത്തു. ഫോണിൽ വീഡിയോ കോൾ ആയിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, മറിയമായിരുന്നു. നാട്ടിലെത്തിയ വിവരങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചതായിരുന്നു. ഫസ്റ്റിന് സലാം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, റസിയ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായി എത്തിയില്ലേ നാട്ടിൽ? റസിയ മറുപടി പറഞ്ഞു, എല്ലാം റാഹത്തായി. റസിയനോട് വീണ്ടും ചോദിച്ചു, വീടൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? റസിയ മറുപടി പറഞ്ഞു, പിന്നെ അൽഹംദുലില്ലാ, വളരെയേറെ ഇഷ്ടപ്പെട്ടു. മറിയം വീണ്ടും പറഞ്ഞു, നിനക്ക് ആ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുതേ. എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചോ, ഇത് എപ്പോൾ വിളിച്ചാലും കിട്ടും. റസിയ പറഞ്ഞു, ആ ഞാൻ ചെയ്യാം. അങ്ങനെ പറഞ്ഞതും മറിയം ഫോൺ കട്ട് ചെയ്തു. പിന്നീട് റസിയക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ ഓരോന്നോരോന്നായി തിരിച്ചു കിട്ടി. അവൾ ചിന്തിച്ചു, 25 വർഷമായി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി നാടും വീടും വിട്ടുപോയി പണിയെടുത്തു. പക്ഷേ അതിന് പ്രതിഫലമായി ഇപ്പോൾ എൻ്റെ നഷ്ടപ്പെട്ട എല്ലാം തന്നെ ഓരോന്നോരോന്നായി എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അവൾ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. 25 വർഷം മറ്റുള്ള വീട്ടിൽ വിളക്ക് തെളിയിച്ച സ്ത്രീ ഇപ്പോൾ സ്വന്തം വീട്ടിലാണ് ഇരിക്കുന്നത്. അവൾ മനസ്സിലാക്കി, ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മ ഒരിക്കലും നഷ്ടപ്പെടില്ല. ചിലപ്പോൾ അതിൻ്റെ പ്രതിഫലം ഉടൻ ലഭിക്കില്ല, വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. നമ്മൾ മറന്നുപോയ വഴിയിലൂടെ തന്നെ നമ്മൾക്കത് ഒരിക്കൽ തിരികെ വരും. അതുതന്നെയാണ് റസിയയുടെ ജീവിതത്തിലും സംഭവിച്ചത്. മക്കളെ വളർത്താൻ സ്വന്തം നാടും വീടും വിട്ട് പോയ ഒരു സ്ത്രീയുടെ കഥയാണ്. ഈ മനോഹരമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.